പോവാ ചുന്തിരി? എങ്ങോട്ട് പോവാ? നമ്മളങ്ങനെ പൊന്നൂസിന് അഡ്മിഷൻ എടുക്കാൻ പോവാ. എവിടെയാ പോണേ? എവിടെ അഡ്മിഷൻ എടുക്കാൻ? എവിടെയാ? എന്ത് അഡ്മിഷൻ എടുക്കാൻ പോണേ പൊന്നൂന്? പഠിച്ചു. കുഞ്ഞിപ്പെണ്ണ അങ്ങനെ തുള്ളിച്ചാടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അച്ഛക്ക് പൂവൊക്കെ കൊടുക്കണമല്ലോ, എപ്പോഴും ഇങ്ങനെ കാണിക്കും കേട്ടോ. ഇന്ന് ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കണത്. ഇങ്ങനെ തുള്ളി കളിച്ച് പോകണം, കുഞ്ഞിപ്പെണ്ണ് സ്കൂളിലൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടി ഇരിക്കണോണ്ടാണ് ഇത്രയും ലാലാപ്പാടിയൊക്കെ നടന്ന് പോണേ. പക്ഷെ എന്താവുമെന്ന് അറിയില്ല. ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണ അല്ലെങ്കിൽ തന്നെ ഇരുന്ന് കളിച്ചൊക്കെ വീട്ടിലിങ്ങനെ തന്നെ ഇരുന്ന് മടുത്തു. അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്. പിന്നെ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. പിന്നെ ഇനിയിപ്പം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നേരത്തെ എനിക്ക് പോകണം. രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 12:30 വരെയാണ് കുഞ്ഞിപ്പെണ്ണ ടൈം. അപ്പം ആ സമയം എന്ന് വെച്ചാൽ രാവിലെ എന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ എണീക്കണം. ടീച്ചറിന് ഇഷ്ടമായോ? ടീച്ചറിന് ഇഷ്ടമായോ? ഇപ്പം പോയപ്പോൾ ഇഷ്ടമില്ലേ? ഇപ്പം സംസാരിച്ച് നമ്മൾ ചെറുതോ ഇഷ്ടമായി? ഇപ്പം നമ്മൾ സംസാരിച്ചേ അതിനാ ഇഷ്ടമാവാത്ത? KFC എന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണ് ജീവനാണ്. ഇപ്പോൾ വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിലും കുഞ്ഞിപ്പെണ്ണ് വേണ്ടെങ്കിൽ മേടിച്ചിട്ട് ഇങ്ങനെ കണ്ണ് നിറച്ച് കണ്ടാൽ മതി, അപ്പോഴും സന്തോഷം കിട്ടും. അപ്പോൾ നമ്മളത് കഴിക്കാനൊക്കെ കയറി. നമ്മളവിടെ ചെന്നിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കിളിപ്പോയിലൊക്കെ നിൽക്കുമായിരുന്നു. നല്ല രീതിയിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെൻഷൻ എന്ന് വെച്ചാൽ കുഞ്ഞിപ്പെണ്ണ് ആദ്യമായിട്ട് നമ്മൾ ഇവിടെയാണല്ലോ വിടുന്നത്. നമ്മൾ നാട്ടിൽ അങ്ങനെ വിട്ട് ശീലമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വിടുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ മലയാളീസ് ഉള്ളിടത്ത് നമ്മൾ നോക്കിയാട്ടോ വിട്ടത്. കാരണം കുഞ്ഞിപ്പെണ്ണ് അങ്ങനെ പെട്ടെന്ന് സംസാരിക്കുമ്പോൾ അർജൻറ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്കൂടെ പെട്ടെന്ന് മനസ്സിലാവണമല്ലോ. അതുകൊണ്ട് നമ്മൾ മലയാളീസ് ഉള്ളോട് തപ്പി നടക്കും. കുഞ്ഞിപ്പെണ്ണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു, ഭാഗം കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ മേടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഇത്രയും പെട്ടെന്നാവുമെന്ന് ഓർത്തില്ലായിരുന്നു. ഞാനോർത്ത് ഒരാഴ്ചയാണ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോയി അവരുടെ അടുത്ത് അഡ്മിഷനൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഈ തിങ്കളാഴ്ച ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ബാച്ചിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി കയറ്റണ്ടല്ലോ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അങ്ങ് ചേരുവാന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ആയിട്ടങ്ങ് പൊക്കോളൂല്ലോ എന്നോർത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അഡ്മിഷനൊക്കെ എടുത്തു. നാളെ കഴിഞ്ഞാണ് കുഞ്ഞിപ്പൻ്റെ ഫസ്റ്റ് ഡേ. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 31-നുള്ളിൽ 4 വയസ്സായെങ്കിലേ LKG നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. പക്ഷേ കുഞ്ഞിപ്പെണ്ണ് അന്നേരം ആവില്ല. കുഞ്ഞിപ്പെണ്ണ് 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് 4 വയസ്സ് പൂർത്തിയാവുള്ളൂ. അങ്ങനെ അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഈ വർഷം എന്തായാലും നമുക്ക് LKGയിലോ അങ്ങനെയൊന്നും ചേർക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ പ്രീ സ്കൂളിലെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തു, എല്ലാം സെറ്റാക്കി. ഇനി തിങ്കളാഴ്ച നമ്മൾ കൊണ്ടുവന്ന് വിട്ടാൽ മതി. അതുവരെ ഇങ്ങനെ തിങ്കളാഴ്ച വരെ ഇനി തീയായിരിക്കും. തിങ്കളാഴ്ച അതിലും വലിയ തീയായിരിക്കും. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ കുട്ടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്.